ഐ ആം സ്വാലിഹ മുഹമ്മദ്, ഇന്റർനാഷണൽ സ്പിരിച്വൽ വുമൻ എംപവർമെന്റ് കോച്ചാണ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല ആളുകളും ഒരു നെഗറ്റീവ് പാർട്ടിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. ഒരു റോസ് ചെടിയെ കാണുമ്പോൾ അതിന്റെ മുള്ളിലേക്ക് നോക്കുക, ഒരു പേപ്പറിലോ ഒരു സർക്കിൾ, ബ്ലാക്ക് സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിലേക്ക് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ആ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന പല ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവ് സൈഡിലേക്ക് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഒരുപാട് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള സൈഡുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരാളിൽ നിന്ന് ഒരു നെഗറ്റീവ് സൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും ഒരിക്കലും നെഗറ്റീവ് അല്ല. ഇല്ലെങ്കിൽ അവരിലൂടെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെയും പൂർണ്ണമായിട്ടും വിധിക്കാതെ, ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫുള്ളായിട്ട് നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ വിധി എഴുതാതെ, അവരിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ നമ്മൾ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് അവരുടെ പോസിറ്റീവ് വശങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എന്തിലാണോ നമ്മൾ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച്, ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ നെഗറ്റീവ് സൈഡ് കൂടുതലായിട്ട് വരുന്നതായിട്ട്, ഇല്ലെങ്കിൽ അത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ ദിവസവും നമുക്ക് അവരുടെ കൂടെയുള്ള ജീവിതം, ഇപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ അവരോടൊത്തുള്ള ജീവിതം നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് മാറും. ഓരോ ദിവസവും നമ്മൾ പോസിറ്റീവ് ഇങ്ങനെ കണ്ടെത്തി വരുമ്പോൾ, അതിൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള പോസിറ്റീവ് വശങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എവിടെയാണോ നമ്മുടെ ഫോക്കസ്, അവിടേക്കാണ് നമ്മുടെ എനർജിയും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവ് വശങ്ങളിൽ എല്ലാവരിലും സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.